തിരുവനന്തപുരത്ത് നിന്ന് സെക്രട്ടറിയാ. ഹൈറേഞ്ച് മൊത്തത്തിൽ തണുത്ത് കിടക്കാന്ന് കഴിഞ്ഞ ആഴ്ച കൂടി ആള് പറഞ്ഞേ ഉള്ളൂ. ഇനിയിപ്പം ചൂടാവുമല്ലോ. PR ഏജൻസി ഇല്ല മുഖ്യമന്ത്രിക്ക് എന്നായിരുന്നു ഇതുവരെ പറഞ്ഞിരുന്നത്. മുതലാളി, ഞാൻ ഉപദേശിക്കുന്നു കരുതരുത്. മുതലാളി ഒരു ചെത്തിയാണ്. എന്താടാ രമണ, നീ എന്റെ ക്ഷമ പരീക്ഷിക്കരുത്. എന്തായാലും PR ഏജൻസി ഉണ്ട് എന്ന് ഇപ്പൊ പറയാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഒരു PR ഏജൻസിയുടെയും സഹായം ആവശ്യമില്ല. നമുക്കൊക്കെ അറിയാം, നിങ്ങൾക്കും അറിയാം. അല്ല, എനിക്കത് പറയാനുള്ളത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആ സ്ഥാനം ഒഴിയുന്നതാണ് ഇപ്പൊ നല്ലത്. അയ്യോ, ഞാൻ അങ്ങോട്ട് പോകാൻ കഴിയില്ല. വളരെ ബഹുമാനപൂർവ്വം പറയാം, അദ്ദേഹത്തിന് മാന്യമായി ഇപ്പൊ ഒഴിഞ്ഞു നിൽക്കാനുള്ള ഒരു സാഹചര്യമാണ്. എന്നെ ആപ്പിലാക്കാതെ അനന്തൻ എത്രയും പെട്ടെന്ന് ഒന്ന് സ്ഥലം വിടണം. ആ പഴയ പ്രഭാകരൻ തന്നെയാണോ ഈ സംസാരിക്കുന്നത്? ഇതിന്റെയൊക്കെ വസ്തുതകളും സത്യങ്ങളും പുറത്തു വരട്ടെ. ഞാൻ തൽക്കാലം മാറി നിൽക്കുന്നു എന്ന് അദ്ദേഹത്തിന് കേരളത്തിൽ ഞങ്ങളോട് പറയാലോ. തലയ്ക്ക് സുഖമില്ലാണ്ടായ എന്താ ചെയ്യാ, പാവം. അതിന് പകരം എന്ത് പൊറാട്ട് നാടകം ഇവിടെ നടത്തിയാലും അതെവിടെ എത്താൻ പോകുന്നില്ല. അത് വാരി കൈയിട്ട് വാരി, ഇത് കൈയിട്ട് വാരി, ഞാൻ ചോദിക്കട്ടെ ചക്കരക്കുളത്ത് കൈയിട്ട് വാരി നക്കായിരിക്കുന്നത് ആരെങ്കിലും അരി നക്കിയല്ലേ? അത് കേരളത്തിലെ ജനം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. എടോ, അതൊക്കെ ഈ PP ശശിയുടെ നാടൻ ശൈലിയല്ലടോ. അതിന് ഒരു റിയാസല്ല 100 റിയാസ് നിന്ന് ഈ കാര്യങ്ങൾ പറഞ്ഞാലും കേരളത്തിലെ ജനങ്ങൾ ഇതിന്റെ യാഥാർത്ഥ്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞു. എന്നിട്ടിപ്പോൾ വന്നിരിക്കുന്നു അച്ഛനാണെന്ന് പറഞ്ഞ്. അച്ഛനാണത്രേ അച്ഛൻ. ഒരു അവസ്ഥയിലേക്ക് പാർട്ടി എന്തിനാണ് അദ്ദേഹത്തെ തന്നെ വേറെ മുഖ്യമന്ത്രി ആവാൻ ശേഷിയുള്ളവർ ഈ പാർട്ടിയിലുണ്ടല്ലോ. നമ്മുടെ കൂട്ടത്തിൽ അത് ആരാന്നറിയാമോ? ആരാണ്? വേറെ മുഖ്യമന്ത്രി ആവാൻ ശേഷിയുള്ളവർ ഈ പാർട്ടിയിലുണ്ടല്ലോ. പാർട്ടി ആലോചിക്കണ്ടേ? എന്തുകൊണ്ടാണ് പാർട്ടി ഇതൊന്നും ആലോചിക്കാത്തത്? ഈ പറഞ്ഞ പോലെ കുളിപ്പിച്ച് കുട്ടിയില്ലാതായി എന്ന് പറഞ്ഞതുപോലെ ആ കുളിപ്പിക്കലപ്പം നടക്കുന്നത്. അനുസരിച്ചും ബഹുമാനിച്ചും ജീവിച്ചാൽ കത്തിക്കുത്ത് കീലേറ്റ പുത്രിയല്ല. ഇവനെയൊക്കെ നന്നാക്കാൻ നോക്കുന്ന അണ്ടർവെയറിൽ നീലം മുക്കുന്ന വരെ പോലെയാ.